വയനാട് മലയോര മേഖലകളും വന്യജീവി ആക്രമണത്തിന്റെ ഭീതിയിലാണ്. വന്യജീവി ആക്രമണങ്ങൾ തുടർക്കഥയായതോടെ പതിവായതോടെ സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും ഉയരുന്നുണ്ട്. വന്യജീവി ആക്രമണങ്ങൾ പ്രതിരോധിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു എന്നാരോപിച്ച് വയനാട്ടിൽ UDF ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുന്നു. കോൺഗ്രസ് പ്രവർത്തകർ ബലം പ്രയോഗിച്ച് വാഹനങ്ങൾ തടയുകയും കടകൾ അടപ്പിക്കുകയും ചെയ്തതോടെ ജനജീവിതം സ്തംഭിച്ചു. മുഖ്യമന്ത്രിക്കും വനവകുപ്പ് മന്ത്രിക്കുമെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയത്. ഇങ്ങനെയല്ലേക്ക് പ്രതിഷേധിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് അത് പോലീസിനെ വെച്ച് ഞങ്ങളെ സമരം പൊളിച്ചുകൊണ്ടിരിക്കുക. ആരോടാ ഞങ്ങൾ പറയാ? ജീവൻ സ്വത്തിനും സംരക്ഷണം കൊടുക്കുന്ന ഈ ഗവൺമെന്റ് നിലപാടിനെതിരെയുള്ള ഈ സമരമാണ്. വനംവകുപ്പ് മന്ത്രി രാജിവെക്കണം. അയാളെ ഒരു സ്ത്രീയെ കടുവ കൊന്ന സമയത്ത് മദ്യവെച്ചിട്ട് സ്റ്റേജിൽ കയറി പാട്ടുപാടി നടക്കേന്. ഇങ്ങനത്തെ മന്ത്രിയാണ് നമുക്കുള്ളത്. ഇത് ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കണ്ടേ? ഈ ഗവൺമെന്റാണ് കൊടുക്കേണ്ടത്. കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കേരള സർക്കാർ നിലപാടെടുക്കേണ്ട സംഭവമുണ്ട്, അത് ചെയ്യണം. അതിനെതിരായിട്ടാണ് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത്. കാട്ടാന ആക്രമണങ്ങളിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ 2 ആദിവാസികളാണ് വയനാട്ടിൽ കൊല്ലപ്പെട്ടത്. നൂൽപ്പുഴ സ്വദേശി മാനുവും അട്ടമല സ്വദേശി ബാലകൃഷ്ണനുമാണ് മരിച്ചത്. അതിനിടെ വയനാട് പനമരത്ത് കാട്ടാനകൾ വാഴകൃഷി നശിപ്പിച്ചതിനെ തുടർന്ന് ആദിവാസി കർഷകൻ ആത്മഹത്യാ ഭീഷണി മുഴക്കി. ഫോറസ്റ്റ് ക്വാർട്ടേഴ്സിന് മുകളിൽ കയറി കയ്യിൽ വിഷക്കുപ്പിയുമായി ആയിരുന്നു കണ്ണൻ എന്ന കർഷകന്റെ ആത്മഹത്യാ ഭീഷണി. മണൽ വയലിൽ ഇദ്ദേഹം കൃഷി ചെയ്ത 1000-ഓളം വാഴകളാണ് കാട്ടാനകൾ നശിപ്പിച്ചത്. MS അനീഷ് കുമാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അനീഷ്, കർഷകരുടെ ജീവന് മാത്രമല്ല കാർഷിക വിളകൾക്ക് ഒക്കെ നാശം വരുത്തുന്ന രീതിയിലേക്ക് വന്യമൃഗങ്ങൾ വലിയ രീതിയിൽ ഒരു ഭീതി വിതയ്ക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ 2 ദിവസത്തിനിടെ 2 മരണങ്ങൾ. സർക്കാരിനെതിരെ വലിയ വിമർശനം ഉണ്ടാകുന്നു. വനം മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം പ്രതിഷേധക്കാർ ഉയർത്തുന്നു. ഇന്ന് പ്രത്യേകിച്ചും ഹർത്താലോടെ പുരോഗമിക്കുകയാണ്. എങ്ങനെയാണ് ജനങ്ങൾ ഈ സർക്കാരിൻ്റെ നടപടിയോട് അതോടൊപ്പം ഈ പ്രതിഷേധക്കാരുടെ ഈ സമരത്തോടൊക്കെ പ്രതികരിക്കുന്നത്? ടോം, മറ്റൊരു കാലത്തുമില്ലാത്ത വിധം വന്യമൃഗങ്ങളുടെ ശല്യം മൂലം ജനങ്ങളുടെ ജീവിതം അങ്ങേയറ്റം ദുസ്സഹമായി മാറിയിരിക്കുന്ന ഒരു കാഴ്ച. കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ 2 പേർക്ക്, അതും ആദിവാസി കർഷകരായ 2 പേർക്ക് ജീവൻ നഷ്ടമാകുന്ന അവസ്ഥ. ഒപ്പം ആയിരക്കണക്കിന് വാഴകൾ തകർത്ത് മുന്നേറുന്നു. ഒപ്പം മറ്റ് കൃഷിയിടങ്ങളിലേക്ക് പോലും ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ജനങ്ങൾ നീങ്ങുന്നു. അവരുടെ സ്വത്തിനും ജീവനും യാതൊരു വിധത്തിലുള്ള സംരക്ഷണവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. എന്തായാലും ഈ കാട്ടാന ആക്രമണം അടക്കമുള്ള വന്യജീവി ശല്യം തടയുന്നതിൽ സർക്കാർ പൂർണ്ണമായും പരാജയപ്പെട്ടു എന്നാരോപിച്ചാണ് UDF ഇന്ന് വയനാട് ജില്ലയിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും ഹർത്താൽ പൂർണ്ണമെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം രാവിലെ 6 മണിക്ക് തന്നെ ഈ ജില്ലയുടെ പ്രവേശന കവാടമായ ലക്കിടിയിൽ വാഹനങ്ങൾ തടഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ ഹർത്താൽ ആരംഭിച്ചത്. പോലീസും പ്രവർത്തകരുമായി പിന്നീട് വാക്കേറ്റം ഉണ്ടാവുകയും പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയൊക്കെ ചെയ്തു. അതിനുശേഷം കൽപ്പറ്റയിലും മാനന്തവാടിയിലും സുൽത്താൻ ബത്തേരിയിലും ഒക്കെ സമാനമായ രീതിയിൽ തന്നെ രാവിലെ തന്നെ UDF പ്രവർത്തകർ തെരുവിലിറങ്ങുകയും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്തു. KSRTC ദീർഘദൂര സർവീസുകൾ രാവിലെ സർവീസ് ആരംഭിച്ചെങ്കിലും അതും ഈ ഹർത്താൽ അനുകൂലികൾ തടഞ്ഞു. സ്വകാര്യ ബസ്സുകൾ നേരത്തെ തന്നെ സർവീസ് നടത്തുന്നില്ല എന്ന് അറിയിച്ചിരുന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി അടക്കം കടകൾ തുറന്ന് പ്രവർത്തിക്കുമെന്ന് നേരത്തെ അറിയിച്ചെങ്കിലും ഇന്ന് രാവിലെ മുതൽ തന്നെ എല്ലാ പ്രധാന പട്ടണങ്ങളിലെയും കടകൾ പൂർണ്ണമായും അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. തുറന്നു കിടന്ന കടകൾ പ്രവർത്തകർ ബലപ്രയോഗിച്ച് അടപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ ഹർത്താൽ അതിൻ്റെ ഏതാണ്ട് പാതി ഘട്ടം പിന്നിടുമ്പോൾ പൂർണ്ണ രീതിയിൽ തന്നെ ജനജീവിതത്തെ ബാധിച്ചിരിക്കുന്നു. നമുക്കറിയാം, ഒരു രാഷ്ട്രീയ ആഹ്വാനത്തിലപ്പുറം ജനങ്ങളുടെ ജീവിതം അങ്ങേയറ്റം വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമുക്ക് കഴിഞ്ഞ ആഴ്ചയൊക്കെ നമ്മൾ പഞ്ചാരക്കൊല്ലിയിലെയും പുൽപ്പള്ളിയിലെയും ഒക്കെ കടുവാ ശല്യമാണ് ചർച്ച ചെയ്തെങ്കിൽ പിന്നീട് പുലിയുടെ ആക്രമണത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ് റിപ്പോർട്ട് ചെയ്തെങ്കിൽ അത് പിന്നീട് കാട്ടാനയുടെ ശല്യത്തിലേക്ക് മാറിയിരിക്കുന്നു. 2 പേർക്ക് ജീവൻ നഷ്ടമാകുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി വേനൽ കടുക്കുമ്പോൾ കൂടുതൽ വന്യജീവികൾ ഓരോന്നായി ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങി അവരുടെ സ്വത്തിനും ജീവനും ഒക്കെ ഭീഷണിയായി മാറുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. നമുക്കറിയാം, കാട്ടിൽ ചൂട് കൂടുന്നു,
അവർക്ക് കാട്ടിൽ മതിയായ ഭക്ഷണം, കായ്പ ഫലങ്ങളൊന്നും ലഭിക്കാതെ വരുന്നു, വെള്ളം ലഭ്യമാവാതെ വരുന്നു. അതുകൊണ്ട് ജനവാസ മേഖലകളിൽ എത്തിയാൽ ഇതൊക്കെ ലഭ്യമാകും എന്നൊരു കണക്കുകൂട്ടൽ പതിവായി ഇത്തരം മേഖലകളിൽ ഇറങ്ങുന്ന വന്യജീവികൾക്ക് ഉണ്ട്. അതുകൊണ്ട് അവ കൂട്ടത്തോടെ കാടിറങ്ങുന്ന ഒരു കാഴ്ച തന്നെയാണ്. കഴിഞ്ഞ വർഷവും സമാനമായ കാഴ്ചകൾ തന്നെയാണ് വയനാട്ടിൽ കണ്ടത്. എന്നാൽ ഇക്കൊല്ലം അതിനേക്കാൾ രൂക്ഷമായ അവസ്ഥയിലേക്ക് വയനാട് മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ രാവിലെ തന്നെ പനമരത്ത് കണ്ട കർഷകന്റെ ഒരു അവസ്ഥ, അദ്ദേഹം 1000-ലധികം വാഴകളാണ് ഒരേക്കർ സ്ഥലത്ത് കൃഷി ചെയ്തിരുന്നത്. പക്ഷേ ആ വാഴകൾ ഏതാണ്ട് 3/4 പങ്കും കാട്ടാന നശിപ്പിച്ചിരിക്കുന്നു. ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ബ്ലേഡ് ആളുകളിൽ നിന്നുമൊക്കെ പണം പലിശക്കെടുത്തുമൊക്കെയാണ് അദ്ദേഹം കൃഷി ചെയ്തത്. കഴിഞ്ഞ വർഷവും അദ്ദേഹത്തിൻ്റെ കൃഷി നഷ്ടത്തിലായിരുന്നു. ഇത്തവണയും കൃഷി നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഗതികെട്ട് ഈ റൗണ്ടപ്പ് വിളനാശിനിയുമായി അദ്ദേഹം ഈ ഫോറസ്റ്റ് ക്വാർട്ടേഴ്സിൻ്റെ മുകളിലേക്ക് കയറുകയും ആത്മഹത്യാ ഭീഷണി മുഴക്കുകയും ചെയ്ത് പിന്നീട് ഒരുപാട് നേരം ഈ കർഷകരും ഉദ്യോഗസ്ഥരുമൊക്കെ അദ്ദേഹത്തെ സ്വാന്തനിപ്പിച്ചാണ് ആ സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതും. അദ്ദേഹത്തിൻ്റെ വിളനാശത്തെക്കുറിച്ചുള്ള കൃത്യമായി കണക്കെടുക്കാമെന്നും സർക്കാർ തലത്തിൽ നഷ്ടപരിഹാരത്തിനുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാമെന്നും ഒക്കെ പ്രാദേശിക ജനപ്രതിനിധികൾ അദ്ദേഹത്തോട് ഉറപ്പ് നൽകിയാണ് അദ്ദേഹം. തീർച്ചയായും അനീഷ്, കഴിഞ്ഞ 5 വർഷത്തിനിടെ സംസ്ഥാനത്ത് 700ഓളം മനുഷ്യരുടെ ജീവനാണ് ഈ വന്യജീവി ആക്രമണത്തിൽ നഷ്ടപ്പെട്ടത്. അത്രയധികം അതായത് സമാനതകളില്ലാത്തൊരു ഭീകരമായൊരവസ്ഥ ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. സർക്കാർ ഈ വിഷയത്തിൽ, കാരണം നേരത്തെ അനീഷ് സൂചിപ്പിച്ചതുപോലെ ഓരോ ദിവസവും വന്യജീവികൾ വെള്ളവും ഭക്ഷണവും തേടി, ഇരകൾ തേടി നാട്ടിലേക്ക് ഇറങ്ങുന്ന, ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതുപോലുള്ള ആവശ്യങ്ങൾ പലപ്പോഴും അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള നടപടികൾ വേണമെന്ന ആവശ്യം അവിടുത്തെ നാട്ടുകാർ ഉയർത്തിയിട്ടും എന്ത് നടപടിയാണ് ഇതുവരെയും സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് അനീഷ്? ടോം, 2-3 നടപടിക്രമങ്ങളാണ് ഇക്കാര്യം നേരിടാൻ അടിയന്തരമായി വേണ്ടത്. ഒന്ന്, ഈ വേനൽ കടുക്കുമ്പോൾ അടിക്കാടുകൾ തെളിയിക്കുക എന്നതാണ് ഏറ്റവും പ്രധാന കാര്യം. അത് ഈ കാട്ടുതീ തടയുന്നതിന് മാത്രമല്ല, ഈ ജനവാസ മേഖലകളിലേക്ക് വന്യമൃഗങ്ങളുടെ ഒരു വരവ് തടസ്സപ്പെടുത്താനും ഗുണകരമായ ഒരു കാര്യമാണ്. ഒപ്പം ഈ കാടും നാടും അതിരിടുന്ന സ്ഥലങ്ങളിൽ ഇത്തരം തുറന്ന ഇടങ്ങളുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ കർഷകർക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് നാടാണോ കാടാണോ എന്ന്. ഈ രാധ, ഈ പഞ്ചാരക്കൊല്ലിയിലെ രാധയൊക്കെ മരിച്ചപ്പോൾ കാടാണോ നാടാണോ എന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം വിവിധമായ ഒരു മേഖലയായി അത് മാറിയിരുന്നു. അതുകൊണ്ട് അടിക്കാട് തെളിയിക്കുക എന്നതാണ് ഏറ്റവും പ്രാധാന്യം നൽകുന്ന കാര്യം. രാധയുടെ മരണമുണ്ടായ സമയത്ത് ഇക്കാര്യത്തിൽ ഒരു പ്രത്യേക ഊന്നൽ കൊടുക്കുമെന്ന് അറിയിച്ചു. ചില മേഖലകളിലൊക്കെ അത്തരം തെളിയിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും സംസ്ഥാന സർക്കാർ ഇന്നലെ ഒരു അടിയന്തര യോഗം ചേർന്നിട്ട് 50 ലക്ഷം രൂപ വയനാടിനായി അടിയന്തരമായി അനുവദിക്കുമെന്ന് അറിയിച്ചിരിക്കുന്നു. കളക്ടർക്ക് ആ തുക മാറിയെടുക്കാനുള്ള അനുമതിയൊക്കെ നൽകുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ അതിനേക്കാൾ കർഷകർ ചൂണ്ടിക്കാട്ടുന്നത് ഈ പല ജനവാസ മേഖലകളോട് ചേർന്നും ഈ വേലികൾ, സൗരോർജ്ജ വേലികളും മറ്റ് ഈ വൈദ്യുതി വേലികളും ഒക്കെ നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ ആ വേലികളൊന്നും ഈ കാര്യക്ഷമമായ രീതിയിൽ അറ്റകുറ്റപ്പണി നടത്താത്തത് കൊണ്ട് തന്നെ പൂർണ്ണമായും തകർന്നു കിടക്കുന്ന ഒരു സാഹചര്യം. ഒപ്പം ആനയൊന്നും പൂർണ്ണമായി നേരിടാൻ ഇത്തരം വേലികൾക്ക് കഴിയാത്ത സാഹചര്യം. ഈ വേലികൾ സ്ഥാപിച്ചാൽ പോലും വലിയ മരക്കഷ്ണങ്ങൾ ഉപയോഗിച്ച് ആന വേലി തകർത്ത് അകത്തേക്ക് നീങ്ങുന്ന ഒരു സാധനം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വലിയ കിടങ്ങുകൾ കുഴിച്ചാൽ ഈ ജനമേഖല അല്ലെങ്കിൽ ജനവാസ മേഖലകളോട് ചേർന്നുള്ള ആദിവാസി ഊരുകളോട് ചേർന്നുള്ള ഇടങ്ങളിലൊക്കെ വലിയ കിടങ്ങുകൾ കുഴിച്ചാൽ ആ വന്യമൃഗങ്ങളുടെ ശല്യം ഒരു പരിധിവരെ ഒഴിവാക്കാൻ കഴിയുന്നതിന്. പക്ഷേ അപ്പോഴും ഈ കിടങ്ങ് കുഴിച്ചാൽ അത് ആനയ്ക്ക് മാത്രമേ ഫലപ്രദമാവുള്ളൂ. പുലി അല്ലെങ്കിൽ കടുവ പോലുള്ള മൃഗങ്ങൾ നാട്ടിലേക്ക് വരുന്നതിനാൽ തടയാൻ പറ്റില്ല. അതിന് വലിയ വേലികൾ തന്നെ പര്യാപ്തമെന്ന് പറയുന്നു. പക്ഷേ ഇതിനൊക്കെ അപ്പുറം കാട് വിട്ട് എങ്ങനെ ഈ മൃഗങ്ങൾ പുറത്തേക്ക് വരാതിരിക്കാൻ ഉള്ള മാർഗങ്ങൾ ആസൂത്രണം ചെയ്യുക എന്നത് തന്നെയാണ്. കാരണം കാട്ടിൽ ഈ വെള്ളവും ആഹാരവും ലഭ്യമല്ലാത്ത സാഹചര്യത്തിലാണ് അവ കേരളത്തിലെ കാടുകൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വരുന്നത്. പ്രത്യേകിച്ചും ഈ കർണാടകത്തിൻ്റെ ബന്ദിപ്പൂർ പോലെയുള്ള ഇടങ്ങളിൽ ഈ ജലലഭ്യതയും ഈ ആഹാര ലഭ്യതയും ഒക്കെ വല്ലാതെ കുറയുന്നത് കാരണം കടുവ പോലുള്ള മൃഗങ്ങൾ പൂർണ്ണമായും കേരളത്തിൻ്റെ വനമേഖലകളിലേക്ക് നീങ്ങുന്നു. നമുക്കറിയാം വേലൂർ മഖ്നയെ പോലുള്ള അപകടകാരികളായ ആനകൾ കേരളം മേഖലയിലേക്ക് നീങ്ങുന്നതൊക്കെ കണ്ടിരുന്നു. അതുകൊണ്ട് എങ്ങനെ കാട്ടിനുള്ളിൽ തന്നെ ഈ ഒരു ചൂട് കാലത്ത് ഇവയെ കാത്തു സൂക്ഷിക്കാൻ കഴിയുമെന്നതാണ്. കാട്ടിനുള്ളിൽ കുളങ്ങളോ അല്ലെങ്കിൽ വെള്ളത്തിനുള്ള സജ്ജീകരണങ്ങളോ ഒരുക്കിയോ അങ്ങനെയൊക്കെയുള്ള ക്രമീകരണങ്ങളിലേക്ക് നീങ്ങണം എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും 3 കാര്യങ്ങൾ: ഈ ട്രെഞ്ച് സ്ഥാപിക്കുക, വേലികൾ തകർന്ന ഇടങ്ങളിൽ അത് സ്ഥാപിക്കുക, അടിക്കാട് തെളിക്കാനുള്ള ഇടങ്ങളിൽ അവ തെളിയിക്കുക. ഇത്തരം കാര്യങ്ങൾ സമയബന്ധിതമായി ചെയ്യണം. കാട്ടിനുള്ളിൽ ജലലഭ്യത ഉറപ്പുവരുത്താനുള്ള നടപടിക്രമങ്ങളും ചെയ്യണം. പക്ഷേ ഇക്കാര്യത്തിലൊന്നും ഒരു 50% പോലും വിജയകരമായി നടപ്പിലാക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. നേരത്തെ
രാധയുടെ മരണം കഴിഞ്ഞപ്പോൾ അടിയന്തരമായി ചില നടപടികൾ കൈക്കൊള്ളുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയിരുന്നു. ഇതിനുശേഷം ഇപ്പോൾ ഈ 2 ആദിവാസി കർഷകരുടെ മരണത്തിന് ശേഷവും ഇക്കാര്യങ്ങളിൽ സമഗ്രമായ സമയബന്ധിതമായ കാര്യങ്ങൾ ചെയ്യുമെന്ന് അവർ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇത് നടക്കുമോ എന്നതാണ് നമ്മളിനി കാത്തിരുന്ന് കാണേണ്ടത്. ടോം. യെസ്, വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് വയനാട്ടിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. വന്യജീവി ആക്രമണങ്ങൾ പ്രതിരോധിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്ന് ആരോപിച്ചാണ് വയനാട്ടിൽ UDF ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. ഹർത്താൽ പുരോഗമിക്കുകയാണ് വലിയ രീതിയിൽ. കാരണം കോൺഗ്രസ് പ്രവർത്തകർ ബലം പ്രയോഗിച്ച് വാഹനങ്ങൾ തടയുകയും കടകൾ അടപ്പിക്കുകയും ചെയ്തതോടെ ജനജീവിതം സ്തംഭിച്ചൊരവസ്ഥയാണ്.